ഹലോ. അങ്ങനെ നമ്മൾ ചാപ്റ്റർ 17 എത്തിയിരിക്കുകയാണ്. ചാപ്റ്റർ 17 ബോൽനി വാലി മാന്ത്. മാന്ത് എന്ന് പറഞ്ഞാൽ ഗുഹ. കാട്ടിലൊക്കെ ആനിമൽസ് ഒക്കെ താമസിക്കുന്ന കേവ്സ് ഇല്ലേ, അതിനാണ് ഗുഹ അല്ലെങ്കിൽ മാന്ത് എന്ന് പറയുന്നത്. ബോൽനി വാലി സംസാരിക്കുന്ന, അപ്പൊ ടോക്കിംഗ് കേവ് അല്ലെങ്കിൽ സംസാരിക്കുന്ന ഗുഹ എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ സംസാരിക്കുന്ന ഗുഹയുടെ കഥ കേൾക്കണ്ടേ? നമുക്ക് വായിച്ചു നോക്കാം. एक जंगल में खरनखर नाम का एक सिंह रहता था. ഒരു കാട്ടിൽ, ജംഗൽ എന്ന് പറഞ്ഞാൽ കാട്, ഖരൻഘർ നാം കാ, ഖരൻഘർ എന്ന് പേരുള്ള ഏക് സിംഹ് രഹ്താ ഥാ, ഒരു സിംഹം താമസിക്കുന്നുണ്ടായിരുന്നു. ഏക് ദിൻ ഉസേ ബഹുത് ഭൂക്ക് ലഗി, ഒരു ദിവസം സിംഹത്തിന് വളരെയധികം വിശക്കാൻ തുടങ്ങി. ഭൂക്ക് എന്ന് പറഞ്ഞാൽ വിശപ്പ്. വഹ് ആഹാർ കി ഖോജ് മേ പൂരെ ജംഗൽ മേ ഘൂംതാ രഹാ, അത് ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് പൂരെ ജംഗൽ, മുഴുവൻ കാട്ടിലും ഘൂംതാ രഹാ, ചുറ്റിക്കറങ്ങി നടന്നു. പർ ഏക് ചൂഹാ തക് ഹാക്നെ ലഗാ, ഒരു എലിയെ പോലും കിട്ടിയില്ല എന്നാണ്. അതായത് അന്ന് മുഴുവൻ അന്വേഷിച്ച് നടന്നിട്ടും ഒരു മൃഗത്തെ പോലും കഴിക്കാൻ കിട്ടിയില്ല. ഇസ് ഘോഷ് മേ ഹി ഷാം ഹോ ഗയി, ഇങ്ങനെ അന്വേഷിച്ച് വൈകുന്നേരമായി. ഷാം ഹോ ഗയി. അന്ധേരാ ഹോ രഹാ താ, അങ്ങനെ ഇരുട്ടായി തുടങ്ങി. അന്ധേര എന്ന് പറഞ്ഞാൽ ഇരുട്ട്, രാത്രിയായി, ഡാർക്കായി തുടങ്ങി. ഇസി സമയ ഉസേ ഏക് മാന്ത് ദിഖായി ദി, അങ്ങനെ കറങ്ങി കറങ്ങി രാത്രി ആയപ്പോഴാണ് മുന്നിൽ ഒരു ഗുഹ കണ്ടത്, ഒരു കേവ് കണ്ടത്. മാന്ത് ദിഖായി ദി. രാത് കാട്ട്നെ കെ ലിയെ വഹ് ഉസി മേ ഘുസ് ഗയാ, ഇന്ന് രാത്രി എവിടെയെങ്കിലും താമസിക്കണ്ടേ? രാത് കാട്ട്നെ കെ ലിയെ വഹ്, ആ ഒരു സിംഹം, ഉസി മേ ഘുസ് ഗയാ, അതിനുള്ളിൽ കയറി. ഉസ് മാന്ത് മേ ഘുസ്കർ ഉസ്നെ സോച്ച, ആ കേവിനുള്ളിൽ കയറിയിട്ട് അത് വിചാരിച്ചു. ഇസ്മേ കോയി ന കോയി പശു തോ രഹ്താ ഹി ഹോഗാ, ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ആനിമൽ, ഏതെങ്കിലും ഒരു ജീവി താമസിക്കുന്നുണ്ടാവുമല്ലോ. ജബ് വഹ് വിശ്രം കർനെ കെ ലിയെ ഇസ്മേ ഘുസേഗാ, അത് രാത്രിയാവുമ്പോൾ വിശ്രമിക്കാൻ വേണ്ടി ഈ ഗുഹയിലേക്ക് കയറുമല്ലോ. മേ ഉസേ ദബോജ് ലൂങ്ക, അതിനെ ഞാൻ പിടിച്ച് ഭക്ഷിക്കും. ദബോജ് ലൂങ്ക എന്ന് പറഞ്ഞാൽ അതിനെ ഞാൻ പിടിക്കും. യഹ് സോച്ച്കർ വഹ് ഉസ് മാന്ത് മേ ഏക് ഓർ ചിപ്കർ ബൈഠ് ഗയാ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് സിംഹം മെല്ലെ ആ ഗുഹയുടെ ഉള്ളില് ഏക് ഓർ, ഒരു സൈഡിലേക്ക്, ചിപ്കർ ബൈഠ് ഗയാ, ഒട്ടി അങ്ങനെ ഒളിച്ചിരുന്നു. ഉസ് മാന്ത് മേ ദധിപുച്ച് നാം കാ ഏക് സിയാർ രഹാ കർത്താ ഥാ, ആ ഗുഹയില് ദധിപുജ് എന്ന് പേരുള്ള ഒരു സിയാർ, ജാക്കൽ, ഒരു കുറുക്കനായിരുന്നു താമസിച്ചിരുന്നത്. വഹ് മാന്ത് കി ഓർ ആ രഹാ ഥാ, രാത്രിയായപ്പോ അത് അതിന്റെ ഗുഹയിലേക്ക് വരികയായിരുന്നു. മാന്ത് കെ ദ്വാർ പർ ആക്കർ ഉസ്നെ ദേഖാ തോ ഉസേ സിംഹ കെ പേരോം കി ചിഹ്ന ദിഖായി ദിയേ, ഗുഹയുടെ വാതിലിന്റെ അടുത്ത്, ദ്വാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എൻട്രൻസിന്റെ അടുത്ത് എത്തി വന്നപ്പോ അതിന് സിംഹത്തിന്റെ പേരോം കി ചിഹ്ന, പോ പ്രിൻസ്, കാലടിപ്പാടുകള്, ദിഖായി ദിയേ, കണ്ടോ? കുറുക്കൻ ഗുഹയ്ക്കുള്ളിലേക്ക് കയറാൻ പോയപ്പോ അതിൽ നിറയെ സിംഹത്തിന്റെ കാലടിപ്പാടുകള്. ചിഹ്ന മാന്ത് കി ഓർ ജാനെ കെ ലിയെ തോ ഥേ പർ ലോട്ട്നെ കി നഹി ഥേ, കുറുക്കൻ അതിനെ ശ്രദ്ധിച്ചു നോക്കി. നിങ്ങൾക്കും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലെ? അതായത് സിംഹത്തിന്റെ കാലടിപ്പാടുകള് ഉള്ളിലേക്ക് നടന്ന് കയറുന്നതായിട്ടാണുള്ളത്. അത് കഴിഞ്ഞ് അത് തിരിച്ചിറങ്ങിപ്പോയതായിട്ട് ഈ പ്രിൻസ് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. उसने सोचा, हे भगवान, आज तो मेरी जान पर ही आ बनी. അപ്പൊ കുറുക്കൻ വിചാരിച്ചു, ഓ ഭഗവാനെ, ആജ് തോ മേരി ജാൻ പർ ഹി ആ ബനി എന്ന് പറഞ്ഞാൽ ഇന്ന് എന്റെ ജീവൻ തന്നെ അപകടത്തിലാണല്ലോ. ജാൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഇസ്കെ ഭീതർ അവശ്യ കോയി സിംഹ ഗുസാ ബൈഠാ ഹേ, ഈ ഗുഹയ്ക്കുള്ളിൽ, ഭീതർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ഇസ്കെ ഭീതർ അവശ്യ, ഉറപ്പായിട്ടും, ഷുവർലി, കോയി സിംഹ ഗുസാ ബൈഠാ ഹേ, ഒരു സിംഹം
ഉള്ളിൽ കയറി ഒളിച്ചിരിക്കുന്നുണ്ട്. ഉസേ സമജ് മേ നഹി ആ രഹാ ഥാ കി വഹ് ക്യാ കരേ. കുറുക്കന് മനസ്സിലാവുന്നില്ല ഇനിയിപ്പോ എന്താ ചെയ്യാ. वह पता करना चाहता था कि सिंह इस समय भी मांद के भीतर ही है या बाहर निकल गया है. वह पता करना चाहता था. അതായത് കുറുക്കന് ഉറപ്പ് വരുത്തണമായിരുന്നു സിംഹം ഈ സമയ ഭീ മാന്ദ് കെ ഭീതർ ഹീ ഹേ, ഗുഹയ്ക്കുള്ളിൽ തന്നെ ഉണ്ടോ, യാ ബാഹർ നികൽ ഗയാ, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ടോ. ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടോന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലാതെ കുറുക്കനുള്ളിൽ കയറിയാ കഴിഞ്ഞാൽ സിംഹം കുറുക്കനെ കഴിക്കും അല്ലേ. സോച്നെ സെ ക്യാ നഹി ഹോ സക്താ. പെട്ടെന്ന് കുറുക്കൻ ചിന്തിച്ചു. നന്നായി ആലോചിച്ചൊരു തീരുമാനം എടുക്കണം. സോച്നെ സെ നന്നായി ചിന്തിച്ചാൽ ക്യാ നഹി ഹോ സക്താ, വാട്ട് ഈസ് ഇംപോസിബിൾ, എന്താണ് നടക്കാത്തത്, നന്നായി ചിന്തിച്ചു നോക്കട്ടെ. സോച്തേ സോച്തേ, അങ്ങനെ ചിന്തിച്ച് ഉസെ എക് ഉപായ് സൂഞ്ച് ഹി ഗയാ, അവനൊരു ഐഡിയ കിട്ടി. മാന്ദ് കെ ദ്വാർ പർ ജാക്കർ ഉസ്നെ പുക്കാരാ. എന്താണ് ആ ഐഡിയ എന്ന് നോക്കണ്ടേ. കുറുക്കൻ മാന്ദ് കെ ദ്വാർ പർ, അതിന്റെ എൻട്രൻസിൽ പോയിട്ട് ഉസ്നെ പുക്കാര, പുക്കാര എന്ന് പറഞ്ഞാൽ വിളിച്ചു. നമ്മൾ ഒരാളെ പേരൊക്കെ വിളിക്കുന്നതിനാണ് പുക്കാര എന്ന് പറയുന്നത്. ഏ മേരി മാന്ദ്, ഏ മേരി മാന്ദ്, ഉറക്കെ വിളിക്കുന്നത് ആരെയാണ്? ഏ മേരി മാന്ദ്, ഓ മൈ കേവ്, ഓ മൈ കേവ് എന്ന് വിളിച്ചു. പുക്കാർ കർ വഹ് ചുപ് ഹോ ഗയാ, അങ്ങനെ വിളിച്ചതിന് ശേഷം അത് മിണ്ടാതെ സൈലന്റ് ആയിട്ട് നിന്നു. കുച്ച് ദേർ ബാദ് ഉസ്നെ കഹാ, കുറച്ചു കഴിഞ്ഞപ്പോ അത് പറഞ്ഞു ഗുഹയടുത്ത്. അരേ തുമേ ക്യാ ഹോ ഗയാ ഹേ, അല്ല നിനക്ക് ഇന്ന് എന്താ പറ്റിയത്? തുമേ ക്യാ ഹോ ഗയാ, ആജ് ബോൽത്തി ക്യൂ നഹി, ഇന്ന് എന്താണ് നീ സംസാരിക്കാത്തത്? പഹലെ തോ ജബ് മേ തുജെ പുകാർത്താ ഥാ തു ജഡ് ബോൽ പഡ്തി ഥി. കുറുക്കൻ ഒരു ക്ലവർ ആയിട്ടുള്ള ഐഡിയ പ്രയോഗിക്കുകയാണ്. കുറുക്കൻ കേവിന്റെ അടുത്ത് പോയിട്ട് ഓ മൈ കേവ് എന്ന് വിളിച്ചു. ശരിക്കും ഏതെങ്കിലും കേവ് തിരിച്ച് സംസാരിക്കുവോ? ഇല്ല അല്ലേ. അപ്പോ കുറുക്കൻ കേവിനോട് ചോദിച്ചു, നിനക്ക് ഇന്ന് എന്താ പറ്റിയത്? ഞാൻ ഡെയിലി നിന്നെ വിളിക്കുന്ന സമയത്ത് നീ പെട്ടെന്ന് തന്നെ എനിക്ക് ആൻസർ ചെയ്യാറുണ്ടായിരുന്നല്ലോ. ക്യാ തു യേ ഭൂൽ ഗയി കി मैंने तुझसे कहा कि मैं जब भी बाहर से आऊंगा तब तुझे पुकारूंगा और जब तू उत्तर देगी उसके बाद ही मैं मांद के भीतर आऊंगा. കുറുക്കൻ പറയാണ്, ക്യാ തു യേ ഭൂൽ ഗയി കി, നീ എന്താ മറന്നുപോയോ? ഭൂൽ ഗയി എന്ന് പറഞ്ഞാൽ മറന്നുപോയോ. മേനെ തുജ്സെ കഹാ ഥാ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ജബ് ഭി ബാഹർ സെ ആऊंगा, എപ്പോഴൊക്കെ ഞാൻ പുറത്തുനിന്ന് വരുന്നോ, തബ് തുജെ പുകാരൂംഗാ, അപ്പൊ ഞാൻ നിന്നെ വിളിക്കും. ഓർ ജബ് തു ഉത്തർ ദേഗി, അപ്പൊ നീ എനിക്ക് ഉത്തരം തന്നാൽ മാത്രം, ഉസ്കെ ബാദ് ഹി, അതിനുശേഷം മാത്രമേ മേ മാന്ദ് കെ ഭീതർ ആऊंगा, ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറുള്ളൂ. ഇങ്ങനെ ഞാൻ നിന്നോട് പറഞ്ഞത് നീ മറന്നു പോയോ ഹേ? യദി തൂനെ ഇസ് ബാർ ബി ഉത്തർ നാ ദിയാ തോ, നീ ഈ പ്രാവശ്യം ഉത്തരം തന്നില്ലെങ്കിൽ തുജെ ചോഡ്കർ, നിന്നെ ഉപേക്ഷിച്ച് കിസി ദൂസരെ മാന്ദ് മേ ചലേ ജാऊंगा, വേറെ ഏതെങ്കിലും കേവിലേക്ക് ഞാൻ പോവും. अब सिंह को विश्वास हो गया कि सियार के पुकारने पर यह मांद सचमुच उत्तर दिया करती है. ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന സിംഹം വിചാരിച്ചു, അവന് വിശ്വാസായി, ഓഹോ ഈ ഒരു ജാക്കില് ഡെയിലി വന്ന് ഗുഹയോട് സംസാരിക്കാറുണ്ടോ, അപ്പൊ ഗുഹ സംസാരിച്ചാൽ മാത്രമേ ഇയാൾ ഉള്ളിൽ കയറുള്ളൂ. ഉസ്നെ സോച്ച, അവൻ വിചാരിച്ചു, ആജ് മേ ആ ഗയാ ഹോ ഇസ്ലിയെ ഡർ കെ മാരെ इसके मुंह से ध्वनि नहीं निकल रही है. മേ ബി ഡെയിലി ഈ ജാക്കലും ഈ കേവും തമ്മിൽ സംസാരിക്കാറുണ്ടായിരിക്കാം. ആജ് മേ ആ ഗയാ ഹോ, ഇന്ന് ഞാൻ വന്നിട്ട് ഇതിനുള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ. ഗുഹ ചിലപ്പോ എന്നെ കണ്ട് ഡർ കെ മാരെ, എന്നെ കണ്ട് പേടിച്ചിട്ട്, ഡർ എന്ന് പറഞ്ഞാൽ പേടിയാണ്. അപ്പോ സിംഹം വിചാരിച്ചു, എന്നെ കണ്ട് പേടിച്ചിട്ട് ഇസ്കെ മുഹ് സെ ധ്വനി നഹി നികൽ രഹി ഹേ, ഇതിന്റെ വായിൽ നിന്ന് ശബ്ദം വരാത്തതായിരിക്കാം, എന്നെ കണ്ട് പേടിച്ചിട്ടായിരിക്കാം ചിലപ്പോ ഈ ഗുഹ സംസാരിക്കാത്തത്.
उसने सोचा, അവൻ വിചാരിച്ചു, ये मांद नहीं बोलती तो कोई बात नहीं. ഇനിയിപ്പോ ഈ കേവ് സംസാരിച്ചില്ലെങ്കിലും कोई बात नहीं, ഒരു പ്രശ്നവുമില്ല. इसके स्थान पर मैं ही उत्तर देता हूँ. ഇതിന് പകരം ഞാൻ തന്നെ ഉത്തരം കൊടുക്കാം. അതിന് പകരം मैं ही, ഞാൻ തന്നെ ഉത്തർ देता हूँ. यदि चुप रहा तो हाथ आया शिकार भी चला जाऊंगा. യദി ചുപ് രഹാ തോ, അതായത് ഞാൻ ഇനിയിപ്പോ ഒന്നും മിണ്ടിയില്ലെങ്കിൽ, എന്താ ജാക്കല് പറഞ്ഞത്? ഗുഹ സംസാരിച്ചില്ലെങ്കിൽ ഗുഹയ്ക്കുള്ളിലേക്ക് കയറില്ല. അപ്പൊ ഇനി ഞാനെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ കയ്യിൽ ഇപ്പൊ ഫൈനലി എത്തിപ്പെട്ട ഭക്ഷണം തന്നെ തിരിച്ചു പോകും. യഹ് സോച്ച്കർ സിംഹനെ ഉസ്കാ ഉത്തർ ദേ ദിയാ. ഇതും വിചാരിച്ച് നമ്മുടെ മണ്ടനായ സിംഹം ജാക്കലിന് ഉത്തരം കൊടുത്തു. उसकी दहाड़ से वह मांद तो गूंज ही उड़ी. आसपास के पशु भी चौंकने हो गए. ഉസ്കി ദഹാഡ്, ദഹാഡ് എന്ന് പറഞ്ഞാൽ ഗർജനം, അലറുക. അപ്പൊ സിംഹത്തിന്റെ ഗംഭീരമായ ശബ്ദം കേട്ടിട്ട് മാന്തത്തോ ഗൂജ് ഹി ഉടി, അതിനുള്ളിൽ ഭയങ്കര എക്കോ ആവില്ലേ? ഒറ്റയ്ക്ക് ഒരു സിംഹം ഒരു വലിയ ഗുഹയ്ക്കുള്ളിൽ ഇരുന്നിട്ട് ഗർജിച്ചു കഴിയുമ്പോൾ അതിനുള്ളിൽ വളരെയധികം എക്കോ വന്നു. ആസ്പാസ് കെ പശു ബി, അതിന്റെ അടുത്തടുത്ത് താമസിക്കുന്ന മറ്റ് ജീവികൾ പോലും ചോക്നെ ഹോ ഗയേ, ആകെ പേടിച്ച് സ്തംഭിച്ചു പോയി. സിയാർ വഹാൻ സെ യഹി കർത്തെ ഹുയേ ചമ്പക് ഹോ ഗയാ. ചമ്പക് ഹോ ഗയാ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ചിലപ്പോൾ പറയും പേടിച്ച് പമ്പ കടന്നു, അല്ലെങ്കിൽ അവിടുന്ന് ഉടനെ തന്നെ സ്ഥലം വിട്ടു എന്നൊക്കെ പറയാ. അപ്പൊ അതുപോലെ സിംഹത്തിന്റെ ശബ്ദം കേട്ടപ്പോ ജാക്കൽ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. യദി കഹത്തെ, എന്താണ് പറഞ്ഞത്? കി ഇസ് വൻ മേ രഹത്തെ ഹുയേ മേ ബുഡാ ഹോ ഗയാ. ഈ വനത്തിലാണ് ഞാൻ വളർന്ന് വളർന്ന് വയസ്സായത്. पर आज तक कभी किसी मांद को बोलते हुए नहीं सुना. എന്നാൽ ഇതുവരെ ഒരു ഗുഹ പോലും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടേയില്ല എന്നും പറഞ്ഞ് ജാക്കൽ അവിടുന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഈ സിംഹം എന്ത് മണ്ടനാ അല്ലേ? ജാക്കലിന്റെ സൂത്രം സിംഹത്തിന് മനസ്സിലായില്ല. സിംഹം അവിടെ മിണ്ടാതിരുന്നിരുന്നെങ്കിലോ? സിംഹമില്ല എന്ന് വിചാരിച്ച് ജാക്കലുള്ളിൽ കയറിയേനെ. എന്നാൽ സിംഹം അതിന് റിപ്ലൈ കൊടുത്തതോടെ ഇത് സിംഹമാണ് എന്ന് ജാക്കലിന് മനസ്സിലായി. അവൻ അവന്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. നല്ല സ്റ്റോറിയാണല്ലേ? ഇനി ഈ ചാപ്റ്ററിന്റെ എക്സസൈസിലേക്ക് പോവാം. ബാത്ചീത് കേലിയെ, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. आपको भूख लगती है तो आप क्या क्या खाने की कामना करते हैं? നിങ്ങൾക്ക് നന്നായി വിശക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കാനാണ് ആഗ്രഹിക്കാറ്? ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ് ഫുഡ് ഉണ്ടാവും അല്ലേ? നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് എന്തൊക്കെയാണെന്ന് എഴുതണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ റോട്ടി, സബ്ജി, ദാൽ, ചാവൽ, ഫൽ ഓർ മിഠായി. ചപ്പാത്തി, കറിയും പരിപ്പും പിന്നെ ചോറും ഫ്രൂട്ട്സും മിഠായിയും, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് വേണം നിങ്ങൾ എഴുതാൻ. नेक्स्ट क्वेश्चन, क्या आपने किसी पशु के पैर के चिन्ह देखे हैं? किस किस पशु के देखे हैं? നിങ്ങൾ ഏതെങ്കിലും ജീവിയുടെ ഫുട് പ്രിന്റ്സ് കണ്ടിട്ടുണ്ടോ? ഏതൊക്കെ ജീവിയുടെയാണ്? ഫോർ എക്സാമ്പിൾ കുത്തേ, ബില്ലി, കുത്തേ എന്ന് പറഞ്ഞാൽ ഡോഗ്, കാറ്റ്, ഗായ്, കൗ ഓർ ചിടിയ, ഏതെങ്കിലും പക്ഷിയുടെ. അങ്ങനെ നിങ്ങൾ ഏതൊക്കെ ഫുട് പ്രിന്റ്സ് കണ്ടോ അതൊക്കെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യണം. സിംഹം മാന്ദ് യാനി ഗുഫ മേ രഹതാ ഹേ. സിംഹം കേവിലാണ് താമസിക്കുന്നത്. മാന്ദ് അല്ലെങ്കിൽ ഗുഫ, ഇത് രണ്ടും കേവിന്റെ ഹിന്ദിയാണ് കേട്ടോ. മാന്ദ് മേ കോൺ കോൺ സെ ജാൻവർ രഹത്തെ ഹേ. സിംഹം അല്ലാതെ ഗുഹയിൽ താമസിക്കുന്ന വേറെ കുറച്ച് ജീവികളുടെ പേര് പറയാമോ? ഫോർ എക്സാമ്പിൾ ചീറ്റ, ചീറ്റപ്പുലി, ബേഡിയ, ഫോക്സ് ഓർ ബാലു, ബെയർ. ഇത് മാത്രമല്ല ഇനിയും ജീവികളുണ്ട്, നിങ്ങൾ ഓരോന്നായിട്ട് എഴുതുക. കഠിൻ സമയമേ ബുദ്ധി അധികം ആത്തി ഹേ യാ ശക്തി. ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ, ഇതുപോലത്തെ കഠിനമായ സിറ്റുവേഷനിൽ പെട്ടുപോകുന്ന സമയത്ത് നിങ്ങളുടെ ശക്തിയാണോ ബുദ്ധിയാണോ കൂടുതൽ യൂസ്ഫുൾ ആവുക? അത് സിറ്റുവേഷനെ ഡിപ്പെൻഡ് ആയിരിക്കും, എന്നാലും കൂടുതൽ സമയവും നിങ്ങളുടെ ബുദ്ധി ആയിരിക്കും നിങ്ങൾക്ക് ഹെൽപ്പ് ആവുക. सोचिए और लिखिए.
दद्दी पूछने कैसे जाना कि मांद में घरन घर बैठा है ജാക്കൽ അതിന്റെ പേരെന്തായിരുന്നു ദത്തിപുജ് അല്ലേ അതിനെങ്ങനെ മനസ്സിലായി മാന്ദ് മേ ഗുഹയ്ക്കുള്ളിൽ സിംഹം ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് ദത്തിപുജ് ने मांद के द्वार पर शेर के पैरों की चिन्ह देखे മാന്ദ് के द्वार पर കേവിന്റെ എൻട്രൻസിൽ ഷേർ കെ പേരോം കെ ചിഹ്ന ദേക്കേ അതിന്റെ കാലടിപ്പാടുകൾ അല്ലെങ്കിൽ ഫുട് പ്രിന്റ്സ് കണ്ടിരുന്നു और समझ गया कि मांद में शेर है इस कहानी में सिंह का नाम खरनकर है और सियार का नाम दद्दीपुज आप इनके क्या नाम रखेंगे ഈ സ്റ്റോറിയില് സിംഹത്തിന്റെ പേര് വലിയൊരു പേരാണല്ലേ ഖരൻകർ ഓർ ജാക്കലിന്റെ പേരോ ദദ്ദിപുജ് ഇതിന് നിങ്ങൾ വേറെ പേര് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതിൽ എന്തൊക്കെ കൊടുക്കും നിങ്ങൾക്ക് എന്ത് പേര് വേണേലും കൊടുക്കാം രണ്ട് പേര് കൊടുക്കണം അത്രയേ ഉള്ളൂ ഫോർ എക്സാമ്പിൾ मैं शेर का नाम सिंहराज और सियार का नाम चालाकू रखूंगी ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മേ എന്ന് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും രഖൂങ്കി അല്ലെങ്കിൽ രഖൂങ്ക എന്നാണ് പറയുക അപ്പൊ ബോയ്സ് ആണ് ഇത് പറയുന്നതെങ്കിൽ രഖൂങ്ക എന്ന് വേണം എഴുതാൻ ഇനി ഒരു ഗേൾ ആണ് എഴുതുന്നതെങ്കിലോ രഖൂങ്കി യദി ആപ് സിംഹ കെ സ്ഥാൻ പർ ഹോത്തെ തോ ക്യാ കർത്തെ നിങ്ങളായിരുന്നു ആ സിംഹത്തിന്റെ സ്ഥാനത്തെങ്കിലോ നിങ്ങൾ എങ്ങനെയായിരുന്നു ബിഹേവ് ചെയ്യുന്നത് यदि मैं शेर के स्थान पर होती तो चुपचाप रहती और सियार को पकड़ने की कोशिश करती മിണ്ടാതിരുന്നിട്ട് ആ ജാക്കലിനെ പിടിക്കാൻ നോക്കിയേനെ ഈ വലിയ സെന്റൻസ് എഴുതിയില്ലെങ്കിലും ഈ ചെറിയ സെന്റൻസ് ഇത്രയെങ്കിലും നമുക്ക് എഴുതാൻ ശ്രമിക്കാം ചുപ്ചാപ്പ് മിണ്ടാതെ രത്തി और सियार को पकड़ने की कोशिश करती जब सियार ने पुकारा ജാക്കല് വിളിച്ചപ്പോ എങ്ങനെയാ വിളിച്ചത് ഏ മേരി മാന്ത് ഏ മേരി മാന്ത് താബ് സിംഹനെ ഉത്തർ ദിയ സിംഹനെ ഉത്തർ മേ ക്യാ കഹാ ഹോഗാ സിംഹത്തിന്റെ ഗർജനം മാത്രമല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ സിംഹം എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്ത് എഴുതാൻ പറ്റുമോ ഫോർ എക്സാമ്പിൾ ഷേർ ने उत्तर में कहा मैं यहाँ हूँ अंदर आ जाओ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഉള്ളിലേക്ക് വരൂ എന്നായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ ആവണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉത്തരങ്ങൾ ഇമാജിൻ ചെയ്ത് എഴുതാം शब्दों का खेल कहानी में मांद शब्द कितनी बार आया है ഈ സ്റ്റോറിയിൽ മാന്ത് എന്ന ശബ്ദം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് നമുക്കൊന്ന് എണ്ണി നോക്കാം അല്ലേ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 അപ്പോൾ 17 ടൈംസ് വന്നു അല്ലേ ഇത് കൃത്യമായി നിങ്ങൾ ഒന്നുകൂടി എണ്ണി നോക്കണം ചിലപ്പോൾ എണ്ണി തെറ്റാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ കൃത്യമായി കൗണ്ട് ചെയ്ത് അതിന്റെ നമ്പർ എഴുതുക അത് ഈ വീഡിയോയുടെ അടിയിൽ കമന്റും ചെയ്യാം कहानी में आए चंद्रबिंदु കണ്ടില്ലേ ചന്ദ്രബിന്ദു ചന്ദ്രബിന്ദു വാലെ ശബ്ദ് ഛാണ്ട് കർ ലിഖിയേ ഇതില് ചന്ദ്രബിന്ദു ഉപയോഗിച്ചിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് ഇവിടെ എഴുതാം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കണം അന്ധേര ചന്ദ്രബിന്ദു ഉണ്ടല്ലേ മാന്ത് ചാന്ത് ഛാണ്ട് ഇനിയും വേർഡ്സ് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക സമാൻ അർത്ഥ വാലെ ശബ്ദോं की जोड़ी बनाकर लिखिए ഇവിടെ കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ട് ഇതില് ചില രണ്ട് വേർഡ്സിന്റെ മീനിങ് സെയിം ആണ് ഫോർ എക്സാമ്പിൾ ഷേർ ഷേർ സിംഹ് ഷേർ എന്ന് പറഞ്ഞാൽ സിംഹമാണ് അതുപോലെ ബാക്കിയുള്ള സിമിലർ മീനിങ് ഉള്ള വേർഡ്സ് കണ്ടുപിടിക്കാം ഗുഫ മാന്ത് ഗുഹ മാന്ത് അല്ലെങ്കിൽ കേവ് ജംഗൽ വൻ ജംഗൽ എന്ന് പറഞ്ഞാൽ കാടാണ് അല്ലെങ്കിൽ വൻ ദ്വാർ ദ്വാർ എന്ന് പറഞ്ഞാൽ എൻട്രൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു ദർവാസ വാതിൽ नीचे लिखे शब्दों की सहायता से वाक्य पूरा कीजिए
ഭൂൽ ഗയ. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ചില വേർഡ്സ് സ്ത്രീലിംഗം, ചില വേർഡ്സ് പുല്ലിംഗം ആയിട്ടാണ് കൊടുത്തിരിക്കുക. അപ്പൊ സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ ഫീമെയിൽ, പുല്ലിംഗം എന്ന് പറഞ്ഞാൽ മെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഹിന്ദിയിൽ മെയിൻലി കുറേ വേർഡ്സിനെ നമ്മൾ സ്ത്രീലിംഗമായിട്ടും പുല്ലിംഗമായിട്ടും കൺസിഡർ ചെയ്തിട്ടാണ് അതിൻ്റെ വാക്യങ്ങൾ എഴുതുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് സ്ത്രീലിംഗം, ഏതൊക്കെയാണ് പുല്ലിംഗം എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, മാന്ത്. മാന്തിനെ സ്ത്രീലിംഗമായിട്ടാണ് കൺസിഡർ ചെയ്തത്. അതെങ്ങനെ മനസ്സിലായി? ക്യാ തും ഭൂൽ ഗയി, ഗയി. ഇൻസ്റ്റഡ് ഫോർ ജാൽ. ജാൽ എന്ന് പറഞ്ഞാൽ നെറ്റ് ആണ്. അപ്പൊ നെറ്റ്. ക്യാ തും ഭൂൽ ഗയാ, ഗയാ. ഗയാ ഇസ് ഫോർ മെയിൽ. ഓക്കെ, അപ്പൊ ഗയി, ഗയാ ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഫീമെയിലിനും മെയിലിനും വേറെ വേറെയാണ്. ബാക്കിയുള്ള വേർഡ്സ് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിൽ നിന്ന് സ്ത്രീലിംഗമായ ചില വേർഡ്സ് ഒക്കെ കണ്ടുപിടിച്ച് നോക്കാം. നദി. ക്യാ തും ഭൂൽ ഗയി? ഗുഫ. ക്യാ തും ഭൂൽ ഗയി? തിത്തലി. ക്യാ തും ഭൂൽ ഗയി? ഇതിനോടൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. നദി, നീ മറന്നു പോയോ? ഗുഫ, നീ മറന്നു പോയോ? അപ്പൊ ഗയി ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. തിത്തലി. പിന്നെ ഹവ. ക്യാ തും ഭൂൽ ഗയി? ഇതൊക്കെ ഉദാഹരണങ്ങളാണ് സ്ത്രീലിംഗത്തിന്റെ. ഇനി പുല്ലിംഗത്തിൻ്റെത് ഏതൊക്കെയാണ്? പഹാഡ്. ക്യാ തും ഭൂൽ ഗയാ? ഝർന. ക്യാ തും ഭൂൽ ഗയാ? ഝർന എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടം. പേഡ്, ട്രീ. ക്യാ തും ഭൂൽ ഗയാ? ബാദൽ. ക്ലൗഡ്. ക്യാ തും ഭൂൽ ഗയാ? സഹി ശബ്ദ ചുൻകർ റിക്ത് സ്ഥാൻ ഭരിയേ. ഇവിടെ കുറച്ച് ബ്ലാങ്ക്സ് ഉണ്ട്. ഇവിടെ നിന്ന് കറക്റ്റ് വേർഡ് സെലക്ട് ചെയ്തിട്ട് അവിടെ ഫില്ല് ചെയ്യണം. അതെങ്ങനെയാ ഫില്ല് ചെയ്യേണ്ടത്? ഉദാഹരണം, ഫോർ എക്സാമ്പിൾ, അന്തേരാ ഹോ രഹാ ഥാ. ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയായല്ലേ, ഡാർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉജാല ഹോ രഹാ ഥാ. ലൈറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് അന്ധേര, ഉജാല. ഡാർക്ക്നെസ്, പിന്നെ ലൈറ്റ്. सिंह इस समय बे मांद के भीतर है या डैश निकल गया. ഭീതർ, ഉള്ളിൽ. യാ പുറത്തിറങ്ങിയിട്ടുണ്ടാവോ? അപ്പൊ ഭീതറിന്റെ ഓപ്പോസിറ്റ് ആണ് ബാഹർ, ബാഹർ. ആജ് ബോൽത്തി ക്യൂ നഹി? സംസാരിക്കുക, ബോൽത്തി. ചുപ് ക്യൂ ഹേ? എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? ഒന്ന് സംസാരിക്കുക, ഒന്ന് സംസാരിക്കാതെ മിണ്ടാതിരിക്കുക. മേ ബുഡാ ഹോ ഗയാ ഹൂ? ഞാൻ വയസ്സായി പോയി. പെഹലെ തോ മേ, മുന്നേ ഞാൻ ജവാൻ ദാ, യങ് ആയിരുന്നു. യോ മാന്ത് ജൂട്ട് ജൂട്ട് ഹി ജവാബ് ദേത്തി ഹേ യാ? ഈ ഗുഹ കള്ളം പറയുകയാണോ? ജൂട്ട് ജൂട്ട്. ഫിർ സച്ച് മുച്ച് ബോൽത്തി ഹേ? ശരിക്കും സംസാരിക്കോ? അപ്പൊ വെറുതെ പറയാണോ ഇത് സംസാരിക്കുന്നു, അതോ ശരിക്കും സംസാരിക്കോ? സഹി അർത്ഥ് കി ജോഡി ബനായേ. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിന്റെ സിമിലർ മീനിങ് ഉള്ള സെന്റൻസസ് റൈറ്റ് സൈഡിൽ നിന്ന് പിക്ക് ചെയ്ത് ജോഡിയാക്കി മാറ്റണം. ഏക് ചൂഹ തക് നഹി ലഗാ. ഒരു എലിയെ പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അന്ന് വൈകുന്നേരം വരെ അന്വേഷിച്ചിട്ടും കോയി ശിക്കാർ നഹി മില. ഭക്ഷണമായിട്ട് ഒരു ജീവിയെ പോലും കഴിക്കാൻ കിട്ടിയില്ല. മേരി ജാൻ പർ ഹി ആ ജാതി. ബഡേ സങ്കട് മേ ഫസ് ഗയാ. ഞാൻ ആകെ ട്രബിളിലാണല്ലോ. സിയാർ വഹാ സെ ചമ്പക് ഹോ ഗയാ. ഭാഗ് ഗയാ. ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. अपने मन से वाक्य बनाइए. ഉദാഹരണം, യദി ചുപ് രഹാ തോ? ഇങ്ങനെ മിണ്ടാതിരുന്നാൽ ഹാത്ത് ആയ ശിക്കാർ ബി ചലാ ജായേഗാ. ഇങ്ങനെ മിണ്ടാതിരുന്നാൽ കയ്യിലേക്ക് വന്ന ഭക്ഷണം പോലും നഷ്ടപ്പെടും. അപ്പൊ അതുപോലെ ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ഇതിന്റെ ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റൻസ് ആക്കിയിട്ട് മാറ്റാം. യദി ബോലാത്തോ? നിങ്ങൾ ഇനിയിപ്പോ സംസാരിച്ചാൽ സബ്കോ പതാ ചൽ ജായേഗ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. യദി അധിക് വർഷ ഹുവാത്തോ? കുറേ മഴ പെയ്താലോ? ബാട്ട് ആ ജായേഗ. ഫ്ലഡ് വരും. യദി കടി ധൂപ് ഹുയിത്തോ? ഇനി വളരെയധികം വെയിൽ വന്നാൽ പേട് കെ നീച്ചെ ബൈഠ് ജാവോ. മരത്തിന്റെ അടിയിൽ പോയിട്ട് ഇരുന്നാൽ മതി, നിങ്ങൾക്ക് തണല് കിട്ടും. യദി അന്ധേരാ ഹുവാത്തോ? ഇനി രാത്രി ആയാലോ? ദിയാ ജലാവോ. വിളക്ക് കത്തിക്കൂ. അങ്ങനെ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി ഈ സെന്റൻസിനെ നിങ്ങൾക്ക് പൂർത്തിയാക്കാം.
कला की कलाकारियां। यहाँ सिंह व सियार के मुखौटा दिया गया है। आप दोनों से अपनी रुचि के അനുസാർ മുഖോട്ട बनाइए. ഇവിടെ സിംഹത്തിന്റെയും പിന്നെ ജാക്കലിന്റെയും മുഖോട്ട എന്ന് പറഞ്ഞാൽ മാസ്ക്. അപ്പൊ സിംഹത്തിന്റെയും കുറുക്കന്റെയും മാസ്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കി നിങ്ങളും അതുപോലെ നല്ല മാസ്ക് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്നായി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് വരുന്നവരെ ബൈ.